ഇറാനിൽ നിന്ന് LPG വാങ്ങി ഇന്ത്യ 2019 ശേഷം ആദ്യമായാണ് ഇറാനിൽ നിന്ന് ഇന്ത്യ LPG വാങ്ങുന്നത്. ഇറാൻ LPGയുമായി ഔറോറ എന്ന കപ്പൽ മംഗലാപുരം തുറമുഖത്തെത്തും. പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ഇത് നൽകും. പി ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത്, ഈ ഉപരോധങ്ങൾ അമേരിക്ക നേരത്തെ പിൻവലിച്ചിരുന്നു ഇറാന് മേലുള്ളത്. എന്തായാലും ഇന്ത്യക്ക് കൂടുതൽ ഇടങ്ങളിൽ നിന്ന് LPG അടക്കം ഇറക്കുമതി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നതും ശുഭകരമായ കാര്യമാണ്. എങ്ങനെയാണ് നടപടികൾ? ദ്വേഷ 2019 ശേഷം ആദ്യമായിട്ടാണ് ഇറാനിൽ നിന്നും ഇന്ത്യ ഇന്ധനം ഇറക്കുമതി ചെയ്തത്. ഇപ്പോൾ LPGയുമായി അറോറ എന്ന് പറയുന്ന ഒരു കപ്പൽ മംഗലാപുരം തുറമുഖത്തേക്ക് എത്തുകയാണ്. ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, BPCL, HPCL എന്നിവയ്ക്ക് ഇതിലെ LPG നൽകുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2019 അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് ഇറാനിൽ നിന്നുള്ള ഇന്ധനം വാങ്ങൽ ഇന്ത്യ നിർത്തിവച്ചിരുന്നു. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഈ ഉപരോധം തൽക്കാലത്തേക്ക് അമേരിക്ക മരവിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിച്ചിരിക്കുന്നത്. റിലയൻസ് ആണ് ഈ എണ്ണ വാങ്ങിയത് എന്നുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. റിലയൻസ് കമ്പനിയാണ് ഈ ഇറാനിൽ നിന്നും ഈ എണ്ണ വാങ്ങിയതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഇന്ത്യ നേരിട്ട് വാങ്ങി എന്നുള്ളൊരു ചില സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങി തുടങ്ങുന്നു എന്നുള്ളത് അത് ഏത് തരത്തിലുള്ള പേയ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇതിനുള്ള പണം ഇന്ത്യ എങ്ങനെയാണ് നൽകിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഡോളറിലാണോ അതോ മറ്റേതെങ്കിലും കറൻസിയിലാണോ ഈ പേയ്മെന്റ് നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ വ്യക്തത വരാനിരിക്കുന്നേ ഉള്ളൂ. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.